എന്താണ് ഈ അവസാന മണിക്കൂറുകളിൽ ഇടത് ക്യാമ്പിലെ കണക്കുകൂട്ടലുകൾ? എം സ്വരാജിന്റെ വിജയം സംബന്ധിച്ച് അവർക്കുള്ള പ്രതീക്ഷ എത്രത്തോളം ഉണ്ട്? എന്തൊക്കെയാണ് അതിന് അവർ അനുകൂലമായി കാണുന്ന ഘടകങ്ങൾ? ജിക്ക്, ആദ്യമേ പറയാം, UDFന്റെ ഒരു കണക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്, അതായത് PV അൻവർ 9 വർഷക്കാലം ആരുടെ MLA ആയിരുന്നു? നമ്മളെല്ലാം UDF നേതാക്കളോട് ചോദിക്കുന്നു, അൻവർ നിങ്ങളുടെ വോട്ട് പിടിക്കില്ലേ എന്ന് ഔദ്യോഗികമായി അല്ലെങ്കിൽ മൈക്ക് ഓൺ എയറും അതുപോലെ തന്നെ ഓഫ് ദ റെക്കോർഡുമായൊക്കെ ആയി നമ്മൾ ചോദിക്കുമ്പോൾ അവർ നമ്മളോട് ഇങ്ങോട്ട് പറയുന്നത് PV അൻവർ ആരുടെ MLA ആയിരുന്നു 9 വർഷക്കാലം എന്നാണ് തിരിച്ചു ചോദിക്കുന്നത്. അതിനുള്ള മറുപടി ഇടതുപക്ഷ MLA ആണ് എന്ന് തന്നെയാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് PV അൻവർ നിലവിൽ ഇടതുപക്ഷത്തിനുള്ള വോട്ട് മാത്രമല്ല ഇവിടെ പിടിച്ചിരുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് UDFന്റെ വോട്ടുകൾ കൂടി കൃത്യമായ രീതിയിൽ പിടിച്ചുകൊണ്ട് തന്നെയാണ് PV അൻവർ വിജയിച്ചു പോകുന്നത്. അപ്പോൾ ഇടതുമുന്നണി പറയുന്നത് തങ്ങളുടെ ഏതെങ്കിലും ഒരു പ്രവർത്തനം, ഇത്ര വലിയൊരു MLA, സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ ചർച്ചയായ കടന്നൽ രാജ എന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ സൈബർ സഖാക്കളടക്കം വിളിച്ചിരുന്ന PV അൻവർ പാർട്ടി വിട്ട് അല്ലെങ്കിൽ ഇടതുപക്ഷം വിട്ട് പുറത്ത് പിണറായി വിജയനെതിരെ നിലപാട് സ്വീകരിച്ച് പുറത്തു പോയിട്ട് ഒരു സുഗു എന്ന ഒരു പഴയകാല നേതാവിനെ അല്ലാതെ മറ്റാരെയെങ്കിലും കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു പാർട്ടി അനുഭാവിയോ ഏതെങ്കിലും ഒരു പാർട്ടി പ്രവർത്തകനോ അൻവറിനോടൊപ്പമുണ്ടോ? അതുകൊണ്ട് PV അൻവർ ഇടതുപക്ഷത്തുനിന്ന് പിടിക്കുന്ന വോട്ടുകൾ വളരെ പരിമിതമായിരിക്കും. വോട്ടുകൾ പോകില്ല എന്നവർ പറയുന്നില്ല, പരിമിതമായിരിക്കും. അത് വ്യക്തിപരമായി അൻവർ സഹായം ചെയ്ത ആളുകളൊക്കെ ആയിരിക്കും അത്തരത്തിൽ അവരെ സഹായിക്കുക എന്നാണ് ഇടതുപക്ഷത്തിൻ്റെ ഒരു കണക്ക്. ഇതാണ് കാരണം മുസ്ലിം ലീഗിൻ്റെ വോട്ടുകൾ കാര്യമായ രീതിയിൽ അൻവറിൻ്റെ പെട്ടിയിലേക്ക് പോയിട്ടുണ്ട് എന്ന് അവർ ഇപ്പോഴും വിലയിരുത്തുന്നുണ്ട്. അത് വഴിക്കടവ് പഞ്ചായത്തിൽ മൂത്തേടം നേരത്തെ വിഷ്ണു സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും VV പ്രകാശിന് ഇടത് തരംഗം ആഞ്ഞടിച്ച തെരഞ്ഞെടുപ്പിലും VV പ്രകാശിന് ശക്തമായ 2000 വോട്ടോളം ഭൂരിപക്ഷം നൽകിയ പഞ്ചായത്താണ് ഈ മൂത്തേടം പഞ്ചായത്തിൽ. വളരെ കൃത്യമായ രീതിയിൽ കുറേ വോട്ടുകൾ PV അൻവറിന് പോയിട്ടുണ്ട് എന്ന് CPIM അല്ലെങ്കിൽ LDF വിലയിരുത്തുന്നുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവർ ചെറിയ മാർജിനിലെങ്കിലും വിജയിച്ചു കയറാമെന്ന് പറയുന്നത്. UDF പറയുന്നത് പോലെ വോട്ടുകളുടെ ഒരു കൊട്ടക്കണക്കൊന്നും ഇടതുമുന്നണി പറയുന്നില്ല. കാരണം അവർക്കറിയാം ഇതൊരു പ്രോ UDF മണ്ഡലമാണ്, UDF അനുകൂല മണ്ഡലം തന്നെയാണ്. ഒരു ഒഴുക്കിൽ, ഒരു കാറ്റിൽ, ഒരു സ്വതന്ത്ര പരീക്ഷണത്തിലൊക്കെ ഇടതുപക്ഷത്തേക്ക് PV അൻവറിലൂടെ പിടിച്ചെടുത്ത മണ്ഡലമാണ്. രണ്ടാം തവണയും അത് നിലനിർത്തി. ഇടത് തരംഗം ആഞ്ഞടിച്ച തെരഞ്ഞെടുപ്പിൽ പോലും PV അൻവർ ഇവിടെ 2000-ൽ-അധികം വോട്ടുകൾക്ക് മാത്രമാണ് വിജയിക്കാനായത്. ആദ്യ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിൽ 10,000-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു എന്ന് പറയുമ്പോൾ പോലും രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിൽ കൃത്യമായ രീതിയിൽ അൻവറിന് അത്ര കണ്ട് ഭൂരിപക്ഷം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നത് ഏവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്തായാലും ഇടതുമുന്നണിയുടെ ഒരു കണക്ക് ഇങ്ങനെ തന്നെയാണ്. വഴിക്കടവ് പഞ്ചായത്ത് ശക്തമായ മത്സരം നടക്കും, UDF ലീഡ് വരും. എടക്കരയിൽ UDFന്റെ ഒപ്പത്തിനൊപ്പം പിടിക്കും. ചുങ്കത്തറയിലും ചെറിയ ലീഡ് UDFന് വരും. പക്ഷേ പോത്തുകൽ, അമരമ്പലം, നിലമ്പൂർ നഗരസഭ അടക്കമുള്ള തദ്ദേശ സ്ഥാപനങ്ങളിൽ കൃത്യമായ രീതിയിൽ ലീഡ് ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയാണ്. അതിനവർ ഉയർത്തിക്കാണിക്കുന്ന എല്ലാ ബൂത്തുകളിലും വ്യക്തിപരമായി എം സ്വരാജിന് ഒരു 10-20 വോട്ടുകൾ സ്വന്തമായി പിടിച്ചെടുക്കാനാകും, അങ്ങനെ വിജയിക്കാനാകുമെന്നൊരു പ്രതീക്ഷയാണ് അവർ പങ്കുവയ്ക്കുന്നത്. അല്ലാതെ ഇടതുമുന്നണി ഒരു വലിയ കണക്ക് പറയുകയല്ല. പക്ഷെ അപ്പോഴും ഇടതുമുന്നണി പ്രവർത്തകർ അല്ലെങ്കിൽ ഇടതുമുന്നണിയുടെ നേതാക്കൾ രഹസ്യമായി അല്ലെങ്കിൽ നമ്മളോട് ഓഫ് ദ റെക്കോർഡ് ഒരു കാര്യം പറയുന്നുണ്ട്. ശക്തമായ ഭരണവിരുദ്ധ വികാരമാണെങ്കിൽ UDF പറയുന്നത് പോലെ ഒരു 10,000-ലേക്കൊക്കെ എത്താം. അല്ലെങ്കിൽ ശക്തമായ മത്സരമായിരിക്കും. PV അൻവർ പിടിക്കുന്ന വോട്ടുകൾ തന്നെയായിരിക്കും നിർണായകം. അൻവർ അത്തരത്തിൽ ലീഗ് കേന്ദ്രങ്ങളിൽ നിന്നും അതുപോലെ തന്നെ UDF കേന്ദ്രങ്ങളിൽ നിന്നും വോട്ട് പിടിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് അവർ പറയുന്നത്. അതിൻ്റെയൊക്കെ തെളിവാണ് ഇന്നലെ രാത്രിയിലെ അൻവറിൻ്റെ ഒരു പത്രസമ്മേളനം, ഒരു കുറ്റസമ്മതം പോലുള്ള ഒരു പത്രസമ്മേളനം എന്നാണ് ഇടത് നേതാക്കൾ പറയുന്നത്. എന്തായാലും ഇനി അതിനൊന്നും ഈ ഊഹാപോഹങ്ങൾക്കോ അല്ലെങ്കിൽ ആരോപണ പ്രത്യാരോപണങ്ങൾക്കോ ഒന്നും തന്നെ സമയമില്ല. മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ വിധി വരാൻ. എന്തായാലും LDF ക്യാമ്പും ഇതിനകം തന്നെ വലിയ ആത്മവിശ്വാസമാണ് പ്രകടിപ്പിക്കുന്നത്. ശരി, കൃത്യം 8 മണിക്ക് തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കും. ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വോട്ടെണ്ണലിന്റെ ഏറ്റവും കൃത്യമായ, ഏറ്റവും ആധികാരികമായ വിവരങ്ങൾ ആദ്യം പ്രേക്ഷകരിൽ എത്തിക്കുന്നത് 24 ആണ്. 24ന്റെ മാജിക് സ്ക്രീനിലൂടെ പ്രേക്ഷകർക്ക് ആ കണക്കുകൾ വളരെ വേഗം തന്നെ അറിയാൻ കഴിയും. എപ്പോഴും എല്ലാ വോട്ടെണ്ണൽ ദിനങ്ങളിലും പ്രേക്ഷകർ നമുക്കൊപ്പം തന്നെയാണ് തുടരാറ്. ഇക്കുറിയും പ്രേക്ഷകരുടെ അകമഴിഞ്ഞ സഹായം, പിന്തുണ നമുക്കൊപ്പം ഉണ്ടാകുമെന്ന് നമുക്കറിയുകയും ചെയ്യാം. ഇനി പോകുന്നത് മിഥില ബാലനിലേക്കാണ്. മിഥിലയുള്ളത് ആര്യാടൻ ഷൗക്കത്തിന്റെ വസതിയിലാണ്. മിഥില, ആര്യാടൻ ഷൗക്കത്തിനെ സംബന്ധിച്ചത് വൈകാരികം കൂടിയാണ്. പിതാവ് ഏതാണ്ട് 34 വർഷത്തോളം നിലനിർത്തിയ മണ്ഡലം. പിന്നീട് 2016 ആര്യാടൻ ഷൗക്കത്ത് മത്സരിക്കുന്നു, PV അൻവറിനോട് പരാജയപ്പെടുന്നു. ഇക്കുറി ആര്യാടൻ ഷൗക്കത്ത് വലിയ വെല്ലുവിളികൾ നേരിടുന്നുണ്ടോ എന്ന ചോദ്യം, അത് UDF ക്യാമ്പിനുള്ളിൽ തന്നെ, കോൺഗ്രസിനുള്ളിൽ തന്നെ അദ്ദേഹത്തിന് ഷൗക്കത്ത് വിരുദ്ധ വികാരം ഉണ്ടാകുന്നുണ്ടോ എന്ന ചോദ്യം, ലീഗിന്റെ നിലപാട് എന്ത് എന്ന ചോദ്യം, അതിനൊക്കെയുള്ള മറുപടിയാണ് ഇന്നറിയാൻ പോകുന്നത്. ഇന്നലെ PV അൻവർ വളരെ പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തൽ രാത്രി നടത്തുകയുണ്ടായി. ക്രോസ്
വോട്ടിംഗ് നടന്നിട്ടുണ്ട് എന്നതാണ്. ഷൗക്കത്ത് വിരുദ്ധ വോട്ടുകൾ പോയിട്ടുണ്ട് എം സ്വരാജിന് എന്ന് പറയുകയാണ്. അങ്ങനെ പ്രധാനപ്പെട്ട വെളിപ്പെടുത്തലുകളൊക്കെ വന്നതിന് ശേഷം ഇന്നിപ്പോൾ നമ്മൾ എന്താണ് ജനം തീരുമാനിച്ചത്, ജനത്തിന്റെ വിധി എന്ത് എന്നതറിയാൻ പോവുകയാണ്. എന്താണ് മിഥില അവിടെ നിന്ന് നൽകാനുള്ള വിവരങ്ങൾ? അനുജ, നിലവിൽ UDF ക്യാമ്പ് വലിയ ആത്മവിശ്വാസത്തിന് തന്നെയാണുള്ളത്. അവർ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ കണക്കുകൂട്ടൽ പ്രകാരം തന്നെ 15,000-നും 15,000-നും ഇടയിലുള്ള വോട്ട് അവർക്ക് ലഭിക്കും എന്ന് പറയുന്നുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് ആര്യാടൻ ഷൗക്കത്തിൻ്റെ വീട്ടിലാണ്. ഇവിടെ നമ്മൾ 4:45 എത്തിയ സമയത്ത് കണ്ട കാഴ്ച എന്നത് കാസർഗോഡ് നിന്നുൾപ്പെടെ മൂവാറ്റുപുഴയിൽ നിന്നുൾപ്പെടെ ആളുകൾ അതിരാവിലെ ഇവിടെ എത്തി വിജയം ആഘോഷിക്കാൻ നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടിട്ടുള്ളത്. ഇപ്പോൾ എവിടുന്നാണ് വന്നത് നിങ്ങൾ? മൂവാറ്റുപുഴ. ഇത്ര അതിരാവിലെ എത്തി നോക്കുള്ളൂ. എല്ലാ ടൈമിലും അതിരാവിലെ എത്താറുണ്ട്. കലാശക്കൊട്ടിനും ഉണ്ടായിരുന്നു. കാസർഗോഡ് നിന്ന് എത്തിയ ആളുകളുണ്ട് ഈ വിജയം ആഘോഷിക്കാൻ. എന്തായാലും ഇവർ വിജയം ഉറപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഇന്നലെ വൈകിട്ട് 7 മണിക്ക് കാസർഗോഡ് നിന്ന് പുറപ്പെട്ട ആളുകളാണ്. അവർ അതിരാവിലെ തന്നെ 4 മണിക്ക് മുതൽ തന്നെ ഇവിടെ ഷൗക്കത്തിൻ്റെ വീട്ടിലുണ്ട്. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ആഘോഷിക്കാൻ തന്നെ വന്നതാണോ? ആഘോഷിക്കാൻ തന്നെ വന്നത്, അതുകൊണ്ടല്ലേ ഇവിടെ എത്തിയത്. നാട്ടിലും ആഘോഷമുണ്ട്, ഇവിടെയും ആഘോഷിക്കും. ലീഗ് പ്രവർത്തകരാണല്ലേ? അതെ, ഞങ്ങൾ എല്ലാവരും ലീഗ് പ്രവർത്തകർ. ഈ കോൺഗ്രസിനെക്കാട്ടും കൂടുതൽ ഈ വിജയം ആഘോഷിക്കുന്ന ലീഗാണ്. ലീഗിന് വേണ്ടി ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം ഈ വയനാട് വന്നിട്ടുണ്ട്. ഈ രാഹുൽ ഗാന്ധിനും പ്രിയങ്ക ഗാന്ധിൻ്റെ എല്ലാം പ്രചരണാർത്ഥം ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. പടക്കമൊക്കെ വാങ്ങിയിട്ടാണോ? എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്, എല്ലാം നാട്ടിൽ വെച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ എത്ര ഒരു ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നു? ഞങ്ങളൊരു 10,000 10-ൽ കൂടുതൽ, അതായത് 10-ൻ്റെ മുകളിലായിട്ട് ഉണ്ടാവും. അതാണ് നമ്മളെ പ്രതീക്ഷ. പഞ്ചായത്തിലധികം ഭൂരിപക്ഷത്തിൽ വിജയിക്കും. അനുജ, ഇതാണ് ഈ അതിരാവിലെ മുതൽ തന്നെ ആര്യാടൻ ഷൗക്കത്തിൻ്റെ വീട്ടിലേക്ക് പ്രവർത്തകർ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആര്യാടൻ ഷൗക്കത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അനുജ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിപ്രധാനമാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് എന്നത്. ഒരുപാട് ഘടകങ്ങൾ അവർ അനുകൂലമായി പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഭരണവിരുദ്ധ വികാരം, ഒപ്പം തന്നെ നിലവിലെ പ്രശ്നങ്ങളെല്ലാം തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ മാത്രമല്ല മുൻപൊന്നും ഇല്ലാത്ത വിധം ഒരു മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു. കേരള രാഷ്ട്രീയത്തിലെ എല്ലാ നേതാക്കളും ഈ മണ്ഡലത്തിലേക്ക് കേന്ദ്രീകരിക്കുന്നു. അടിത്തട്ടിലേക്കുൾപ്പെടെ പഞ്ചായത്ത് തലത്തിൽ ഏറ്റവും അടിത്തട്ടിലുള്ള പ്രവർത്തകരിലേക്ക്, ജനങ്ങളിലേക്ക് ഇറങ്ങിത്തന്ന് പ്രചാരണം നടത്താൻ കഴിഞ്ഞു എന്ന ഒരു ആത്മവിശ്വാസം UDF ക്യാമ്പിനുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചെറിയ വോട്ടിന് ലീഡ് നഷ്ടമായ പഞ്ചായത്തുകളുണ്ട്. അവിടങ്ങളിലെല്ലാം തന്നെ ഇത്തവണ വോട്ട് ഉയർത്താൻ കഴിയും, വോട്ട് നേടാൻ കഴിയും എന്ന ഒരു ശുഭപ്രതീക്ഷ ഇവർ പങ്കുവെക്കുന്നുണ്ട്. UDF ക്യാമ്പ്. അനുജ, ശരി, UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന്റെ വസതിക്ക് മുന്നിൽ നിന്നാണ് ഇപ്പോൾ. അതെ, എനിക്ക് തോന്നുന്നു ഗോപീഷൻ, വിചിത്രമായ ഒരു കാഴ്ച, നമ്മൾ ഇതുവരെ കാണാത്ത ഒരു കാഴ്ച അവിടെ കാണുന്നുണ്ട്. അതെ, പുലർച്ചെ ആകുന്നതിന് മുൻപ് തന്നെ ആളുകൾ ആഘോഷിക്കാനായി എത്തിച്ചേരുന്നു എന്ന കാഴ്ച. പടക്കമൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. നാട്ടിലാണ് അതെല്ലാം പൊട്ടിക്കാൻ വേണ്ടി റെഡി ആയിട്ട് നിങ്ങൾ 10,000 അല്ലെങ്കിൽ 15,000 ഈ വോട്ടിന്റെ ഭൂരിപക്ഷം, അതായത് 15,000 വോട്ടിന് പരം ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്തിന്റെ വസതിക്ക് മുന്നിൽ പ്രവർത്തകർ, അനുയായികളൊക്കെ എത്തിയിരിക്കുന്നത്. അതിന്റെ വിവരങ്ങളാണ് മിഥില നൽകിയത്. ഏതായാലും നമ്മളെ സംബന്ധിച്ച് ഇനിയിപ്പോൾ ഈ ആദ്യ ലീഡ് നില എങ്ങനെ വരുന്നു, പ്രത്യേകിച്ച് അത് ആദ്യത്തെ റൗണ്ടുകൾ UDFന് അനുകൂലമാണ്. വഴിക്കടവ് പഞ്ചായത്തിലാണ് ആദ്യം വോട്ട് എണ്ണി തുടങ്ങുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, വഴിക്കടവിൽ 2016-ൽ 2000-ൽ വോട്ടിന്റെ ലീഡ് PV അൻവറിന് ലഭിച്ച പഞ്ചായത്താണ്. പക്ഷേ 2021 ആകുമ്പോഴേക്കും അത് ഏതാണ്ട് 35 വോട്ടുകളായി ചുരുങ്ങിയിരുന്നു. അവിടെ PV അൻവർ പിടിക്കുന്ന വോട്ട് അത് യഥാർത്ഥത്തിൽ ഒരു ലിറ്റ്മസ് ടെസ്റ്റ് ആകും എന്നാണ് കരുതേണ്ടത്. അതുകൊണ്ട് ആദ്യ ഫല സൂചനകളിൽ നിന്ന് തന്നെ ഏതാണ്ട് ഒരു ട്രെൻഡ് മനസ്സിലാക്കാൻ വഴിക്കടവിലെ വോട്ട് എണ്ണി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് കഴിയും എന്ന് കരുതാം. ഏതായാലും ആ 3 മുന്നണികളും അവരവരുടേതായ രീതിയിൽ അവരുടെ വിജയപ്രതീക്ഷയും മുന്നേറ്റത്തിന്റെ പ്രതീക്ഷകളും ഒക്കെ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. നമുക്ക് ഇനി പോകാനുള്ളത് NDA ക്യാമ്പിന്റെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ് എന്ന് പരിശോധിക്കാം. മോഹൻ ജോർജ് ആണ് NDAയുടെ സ്ഥാനാർത്ഥി. സുഹൈൽ മുഹമ്മദ് ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങളുമായി. സുഹൈൽ, ഇത്തവണ BJPക്ക് ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ തുടക്കത്തിൽ സംശയമുണ്ടായിരുന്നു. അത്ര പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പല്ല BJPയെ സംബന്ധിച്ച് എന്നായിരുന്നു സംസ്ഥാന അധ്യക്ഷന്റെ ആദ്യത്തെ പ്രതികരണം. അതിനുശേഷം പിന്നീട് അത് BDJS സ്ഥാനാർത്ഥിയാകും എന്ന അഭ്യൂഹമുണ്ടായി. BDJS മത്സരിക്കാൻ വിസമ്മതിച്ചു എന്ന വിവരങ്ങൾ വന്നു. അങ്ങനെ BJPക്ക് ഒരു സ്ഥാനാർത്ഥി ഉണ്ടായി. മലയോര മേഖലയിലുള്ള ജനങ്ങളെ സ്വാധീനിക്കാൻ പാകത്തിലുള്ള സ്ഥാനാർത്ഥിയാണ് മോഹൻ ജോർജ് എന്ന അവകാശവാദമാണ് NDAക്കുള്ളത്. എന്താണ് NDAയുടെ കണക്കുകൂട്ടൽ? അവരെന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിക്കുന്നത്? സുഹൈൽ. ഗുഡ് മോർണിംഗ് അനുജ. അതായത് ശരിക്കും അടിച്ചേൽപ്പിച്ച തെരഞ്ഞെടുപ്പാണെന്നാണ് തുടക്കത്തിൽ BJPയിൽ നിന്നുണ്ടായ ആദ്യത്തെ ആരോപണം. അതുകൊണ്ട് തന്നെ വലിയ കാര്യത്തിൽ സ്ഥാനാർത്ഥി ഉണ്ടാകുമോ ഇല്ലയോ എന്നടക്കം ആശയക്കുഴപ്പം തുടക്കം മുതലേ ഉണ്ടായിരുന്നു. BJPയെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂർ എന്നത് C ക്ലാസ് മണ്ഡലമാണ്. ഇതിന്റെ ഡെമോഗ്രാഫിക്സ് ഒന്നും അവർക്ക് ഉതകുന്ന തരത്തിലുള്ളതുമല്ല.
പക്ഷേ ഇന്ന് ബി ജെ പിക്ക് മുമ്പിൽ ഒരു പ്രതിസന്ധി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനലായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മാറുമ്പോൾ അവർക്ക് കൈകെട്ടി നോക്കി നിൽക്കാനാവില്ല. സ്വാഭാവികമായി സ്ഥാനാർത്ഥി നിർത്തണം. ഏറ്റവും കടുത്തൊരു പോരാട്ടമെങ്കിലും നടത്തി കാണിക്കണം. വലിയ വിജയപ്രതീക്ഷയില്ലെങ്കിലും അവരുടെ സാന്നിധ്യം അറിയിക്കാൻ അവർക്ക് വലിയ രീതിയിൽ ശേഷിയുണ്ടെന്നും ശക്തിയുണ്ടെന്നും തെളിയിക്കാൻ കൂടി കിട്ടുന്ന ഒരു അവസരമാണ് നിലമ്പൂർ. ഈ സ്ഥാനാർത്ഥിയുടെ കാര്യം എടുത്ത് പരിശോധിക്കുമ്പോൾ തന്നെ പറയേണ്ട ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിനു ശേഷം ബി ജെ പി അംഗത്വം ലഭിച്ച ഒരാളായിരുന്നു. തുടക്കത്തിൽ നിന്ന് ആർക്കും അറിയാത്ത മറ്റു പാർട്ടികളിലടക്കം അംഗത്വം ഉണ്ടായിരുന്നു എന്നൊക്കെ വിവാദമുയർന്ന സ്ഥാനാർത്ഥി കൂടിയാണ്. അത് സ്ഥാനാർത്ഥി തന്നെ തുടക്കത്തിലെ ആരോപണ മുறைയിൽ ഉണ്ടായിരുന്നു. പിന്നീട് നമ്മൾ കണ്ടത് മറ്റു മുന്നണികൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ വേഗത്തിലേക്ക്, അതിന്റെ ഒരു കാടടച്ചുള്ള പ്രചാരണത്തിലേക്ക് എത്തിയപ്പോഴേക്കും ബി ജെ പിയും വേണ്ടിയും സ്വാഭാവികമായി അത്തരത്തിലൊരു പേസിലേക്ക് അവരുടെ പ്രചാരണം മാറ്റിയിരുന്നു. ഇനി ഏറ്റവും പ്രധാനമായി എടുത്തു പറയുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സി ക്ലാസ് മണ്ഡലമാണ്. പക്ഷേ 2016 BDJ സ്ഥാനാർത്ഥി നിന്നപ്പോൾ 12,200 വോട്ടുകളാണ് NDAക്ക് ലഭിച്ചത്. അത് 2021 കടുത്ത മത്സരം നടന്ന ഇടതരംഗം ആഞ്ഞടിച്ച തെരഞ്ഞെടുപ്പിൽ 8,594 വോട്ടുകളിലേക്ക് ചുരുങ്ങി. അതായത് 5 വർഷം കൊണ്ട് 5,000 വോട്ടുകളുടെ വിള്ളലാണ് BJP NDA ക്യാമ്പുകൾ ഉണ്ടായത്. ഈ 2026 തെരഞ്ഞെടുപ്പ്, ഈ ഉപതെരഞ്ഞെടുപ്പിൽ അവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയും ഇതേ വോട്ടിംഗ് നില, അതായത് 8,000-നും 12,000-നും മുകളിലേക്ക് വോട്ട്, ഒന്നെങ്കിൽ 8,549 മുകളിലേക്ക് വോട്ട് കയറും, അല്ലെങ്കിൽ 12,000 മുകളിലേക്ക് വോട്ട് കയറും. ഇതിൽ താഴേക്കാണെങ്കിൽ അവരുടെ ശക്തിയും അവരുടെ പ്രകടനവും ഇവിടെ മോശമായി എന്ന വിലയിരുത്തലിലേക്ക് കേരളം മാറും, NDA മാറും. പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖരന്റെ കീഴിൽ നടക്കുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പ് എന്ന പ്രത്യേകതയും ഈ തെരഞ്ഞെടുപ്പിനുണ്ട്. കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ 3 മണ്ഡലങ്ങളിൽ 3 പഞ്ചായത്തുകൾ മാത്രമാണ് 1000-ലേറെ വോട്ടുകൾ ഈ NDA സ്ഥാനാർത്ഥി കരസ്ഥമാക്കിയത്. ഒന്ന് വഴിക്കടവാണ്. അതിൽ പ്രധാനപ്പെട്ട കാരണം, വഴിക്കടവ് എപ്പോഴും ഏറ്റവും കൂടുതൽ പോളിംഗ് ബൂത്തുള്ളതും ഏറ്റവും കൂടുതൽ വോട്ടർമാരുമുള്ള ഒരു പഞ്ചായത്താണ്. ആ ഒരു ആനുകൂല്യത്തിൽ തന്നെയാണ് 1,500 വോട്ടുകളുടെ ഒരു 1,500 വോട്ടുകൾ ലീഡല്ല, വെറും 1,500 വോട്ടുകളാണ് BJPക്ക് ലഭിച്ചത്. പിന്നീട് ചുങ്കത്തറ, അത് കഴിഞ്ഞ് നിലമ്പൂർ, അമരമ്പലം, ഈ 4 പഞ്ചായത്തുകൾ മാത്രമാണ് 4 അക്ക സംഖ്യ NDA സ്ഥാനാർത്ഥി കടന്നത്. ഈ 4 പഞ്ചായത്തുകളിലും ലീഡ് നിന്നത് ചുങ്കത്തറ ഒഴികെ ബാക്കി 3 സ്ഥലങ്ങളിലും LDF ആണ് ലീഡ്. അതായത് BJP കൂടുതൽ വോട്ടുകൾ ലഭിക്കുമ്പോഴും അവിടെ സ്ഥാനാർത്ഥിക്ക് LDF സ്ഥാനാർത്ഥിക്കാണ് സ്വാഭാവികമായും കൂടുതൽ വോട്ടുകൾ ലഭിക്കുന്നത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങാനും NDA സ്ഥാനാർത്ഥിക്ക് കുറവ് വോട്ട് ലഭിക്കും, അവിടെ UDFന്റെ വോട്ട് നില ഉയർത്തുകയും ചെയ്യുമ്പോൾ തുടക്കം മുതൽ LDF ഉയർത്തുന്ന ഒരു ക്രോസ് വോട്ടിംഗ് ആരോപണം വീണ്ടും ശക്തിപ്പെടും. ഈ കഴിഞ്ഞ ദിവസം നമ്മൾ NDA സ്ഥാനാർത്ഥിയുമായി സംസാരിച്ചപ്പോൾ മലയോര മേഖലയിൽ നിന്നടക്കം അദ്ദേഹം പ്രതീക്ഷിക്കുന്ന വോട്ടുകൾ, മോഹൻ ജോർജ് പ്രതീക്ഷിക്കുന്ന വോട്ടുകൾ, അത് അത്രത്തോളം പ്രതീക്ഷിച്ച ലെവലിൽ അദ്ദേഹത്തിന് ലഭിക്കില്ല എന്ന് അദ്ദേഹം തന്നെ സമ്മതിക്കുന്നുണ്ട്. ആര്യൻ ഷൗക്കത്ത് ലഭിക്കാൻ സാധ്യതയുമുണ്ട്. അതായത് ഈ തെരഞ്ഞെടുപ്പ് BJPയെ സംബന്ധിച്ചിടത്തോളം, NDAയെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ തെരഞ്ഞെടുപ്പാണ്. ക്രൈസ്തവ വോട്ടുകൾ, മലയോര മേഖല ക്രൈസ്തവ വോട്ടുകൾ ക്യുമുലേറ്റ് ചെയ്ത് കൺസോൾട്ടേറ്റ് ചെയ്ത് NDAയിലേക്ക് വരുമെന്ന പ്രതീക്ഷയിലാണ് മോഹൻ ജോർജ് എന്ന സ്ഥാനാർത്ഥി പോലും എത്തുന്നത്. അത്തരത്തിലുള്ള സ്ഥാനാർത്ഥി അവിടെ പൂൾ ചെയ്തിട്ടും അവിടെ പ്ലേസ് ചെയ്തിട്ടും കൃത്യമായി ക്രിസ്ത്യൻ വോട്ടുകൾ പൂൾ ചെയ്യപ്പെടില്ല എന്നൊരു ആശങ്ക BJPക്കുണ്ട്. അതിനപ്പുറത്തേക്ക് സ്ഥിരമായി അവരിലേക്ക് വരുന്ന ഹിന്ദു വോട്ടുകൾ സ്പ്ലിറ്റ് ഉണ്ടാകുമെന്ന ആശങ്കയുണ്ട്. അതിനുമപ്പുറത്തേക്ക് ദളിത് വോട്ടുകൾ, പൊതുവെ NDAക്ക് അനുകൂലമായി ഈ മണ്ഡലത്തിൽ പൂൾ ചെയ്യപ്പെടുന്ന NDA വോട്ടുകളടക്കം ദളിത് വോട്ടുകളടക്കം വിള്ളൽ ഉണ്ടാകുമെന്ന ഒരു ആശങ്കയും NDAക്കുണ്ട്. അതായത് തുടക്കത്തിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കത്തിലുണ്ടായത് ഒരു കോൺഫിഡൻസും NDA ക്യാമ്പിന് നിലവിലില്ല. അവരുടെ മുമ്പിൽ ഇപ്പോൾ ആശങ്ക മാത്രമാണുള്ളത്. 8,543 വോട്ടെന്ന 2021 ആ വോട്ടിംഗ് നില, വോട്ടിംഗ് ശതമാനം കുറഞ്ഞാൽ അവർ ഒരുപാട് കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും. ഒന്ന്, ഈ നഷ്ടപ്പെടുന്ന വോട്ട് ആർക്ക് ലഭിക്കും എന്ന ചോദ്യത്തിൽ ഊന്നിയായിരിക്കും വരും ദിവസങ്ങളിലെ ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് അനലൈസ് ചെയ്യപ്പെടുക. 2, 2026 തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഇനി എന്തൊക്കെ ചെയ്യാനാകും, പ്രത്യേകിച്ച് ക്രൈസ്തവ വോട്ടുകൾ കിട്ടുമെന്ന പ്രതീക്ഷ കൂടി ഇല്ലാതാകുമ്പോൾ 2026 പൊളിറ്റിക്കൽ സ്ട്രാറ്റജി അടക്കം മാറ്റേണ്ടി വരും. അതായത് സ്വാഭാവികമായും NDAയെ സംബന്ധിച്ചിടത്തോളം, BJPയെ സംബന്ധിച്ചിടത്തോളം 2026 എങ്ങനെയൊക്കെ ഒരുങ്ങേണ്ടി വരുമെന്ന അവർക്കൊരു സ്റ്റഡി ക്ലാസ്, അല്ലെങ്കിൽ അവർക്ക് അതിന് മുമ്പിൽ കിട്ടുന്ന ട്രയൽ കൂടിയായിരിക്കും ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫല പ്രഖ്യാപനം. നേരത്തെ ഈ നമ്മുടെ മുൻ പ്രതിനിധികൾ സൂചിപ്പിച്ചതുപോലെ വഴിക്കടവിലായിരിക്കും ആദ്യമായി വോട്ടെണ്ണുക. ഈ വഴിക്കടവ് ആദ്യം വോട്ടെണ്ണുമ്പോൾ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് 1 തൊട്ട് 46 പോളിംഗ് ബൂത്തുകളാണ് വഴിക്കടവിലുള്ളത്. 2,195 വോട്ടുകളാണ് 2016 LDFന് ലഭിച്ചത്. വെറും 35 വോട്ടുകളായി അത് 2021 കുറഞ്ഞു. അതായത് ശക്തമായ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ, മത്സരം ശക്തിപ്പെടുമ്പോൾ സ്വാഭാവികമായി LDFന് ഗ്രിപ്പ് കുറയുന്ന ഒരു ഇടമാണ് വഴിക്കടവ്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ട്രെൻഡ് നമുക്ക് വഴിക്കടവ് ലഭിക്കും. രണ്ടാമത്തെ ട്രെൻഡ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം മൂത്തേടം പഞ്ചായത്താണ്. മൂത്തേടം എന്ന് പറയുന്നത് ലീഗിന്റെ ഏറ്റവും ശക്തി കേന്ദ്രമാണ്. 2016 ആര്യൻ ഷൗക്കത്ത് നിന്നപ്പോൾ വെറും 300 വോട്ടുകൾ മാത്രമാണ് ആര്യൻ ഷൗക്കത്തിന് അവിടെ ലീഡ് ലഭിച്ചത്. പക്ഷേ 2021 1,800 വോട്ടുകൾ, അതായത് നമ്മൾ ആലോചിക്കുമ്പോൾ ഏകദേശം 5 ഇരട്ടി വോട്ടുകൾ VV പ്രകാശ് ലഭിച്ച സ്ഥലമാണ്. അതായത് മൂത്തേടം പഞ്ചായത്ത് എപ്പോഴും സ്ഥാനാർത്ഥിയെ കൂടി കൺസിഡർ ചെയ്തുകൊണ്ട് വോട്ട് ചെയ്യുന്ന പഞ്ചായത്താണ്. നമുക്കറിയുന്നത് പോലെ തന്നെ ആര്യൻ ഷൗക്കത്തിന് ഒരു അതായത് ലീഗ് വിരുദ്ധ വോട്ടുകൾ, ലീഗിലെ തന്നെ ചില ആളുകൾ ആര്യൻ ഷൗക്കത്തിന് വോട്ട് ചെയ്യില്ല എന്ന ആരോപണമൊക്കെ നമ്മൾ തുടക്കം മുതൽ കേട്ടിരുന്നു. അതായത് ആര്യൻ ഷൗക്കത്തിന് ലീഗ് പിന്തുണച്ചോ ഇല്ലയോ എന്നറിയാൻ അധികവും നമ്മൾ കാത്തിരിക്കേണ്ട. ഏകദേശം 8ാം റൗണ്ടിൽ തന്നെ മൂത്തേടം പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ 46 തൊട്ട് 70 വരെയാണ് പോളിംഗ് ബൂത്തുകൾ. 8ാം റൗണ്ടിൽ തന്നെ ലീഗ് അവരെ പിന്തുണച്ചോ എന്ന കാര്യം വ്യക്തമാകും. ഈ പറയുന്ന
കടവിലും മൂത്തിടത്തും UDF-ന് വലിയൊരു മെജോറിറ്റി, ഏകദേശം 3000-4000 വോട്ടിന്റെ മെജോറിറ്റി ലഭിച്ചാൽ ആ ഫ്ലോയിൽ അത് അങ്ങനെ കരുളായി അമരമ്പലം വരെ പോകും. തിരിച്ച് LDF പ്രതീക്ഷിക്കുന്നത് പോത്തുകൾ തൊട്ടുള്ള പഞ്ചായത്തുകളാണ്. പോത്തുകൾ, അമരമ്പലം, കരുളായി, നിലമ്പൂർ ഈ ഇടങ്ങൾ കഴിഞ്ഞ 2021-ലും 2016-ലും കൺസിസ്റ്റന്റ് ആയി തന്നെ LDF-നോടൊപ്പം നിന്നിട്ടുണ്ട്. എന്തായാലും ഇനി ഊഹാപോഹങ്ങൾക്കും ഈ കൂട്ടിക്കലുകൾക്കും പ്രസക്തിയില്ല. മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. എല്ലാ മുന്നണികളും പ്രതീക്ഷയിലാണ്. BJP സംബന്ധിച്ചിടത്തോളം വിജയ പ്രതീക്ഷയൊന്നുമില്ലെങ്കിലും 8549 എന്ന 2021-ലെ കണക്കിൽ അല്പം പോലും കുറവ് വരുത്താതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും അവരിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നതിനാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. GK അനുജ.